AJD അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തളിരി സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണുക. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരു സ്കോളർഷിപ്പ് പരിപാടിയാണ് തളിര് സ്കോളർഷിപ്പ് എന്നത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള അർഹത. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അല്ലാതെയും അപേക്ഷ സമർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ട്. ഒരാൾക്ക് 250 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഒരു വർഷത്തേക്ക് തളിര് മാസിക സൗജന്യമായി ലഭിക്കും. ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട്. ജില്ലാതലത്തിൽ ഓരോ ജില്ലയിൽ നിന്നും ചുരുങ്ങിയത് 100 കുട്ടികൾക്ക് 1000 രൂപ വീതം സ്കോളർഷിപ്പ് ലഭിക്കും. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 10,000 രൂപ, 5,000 രൂപ, 3,000 രൂപയുടെ സ്കോളർഷിപ്പുകൾ ലഭിക്കും. 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം. അതാണ് 2025 ഓഗസ്റ്റ് 15 വരെയാണ് രജിസ്ട്രേഷൻ നടത്താനുള്ള അവസാന തീയതി. 5, 6, 7 ക്ലാസ്സുകളിൽ പഠിക്കുന്നവരെ ജൂനിയർ വിഭാഗമായും 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്നവരെ സീനിയർ വിഭാഗമായും പരിഗണിച്ചാണ് പരീക്ഷ നടത്തുക. ജില്ലാതലത്തിലാണ് ആദ്യഘട്ട പരീക്ഷ നടക്കുന്നത്. ജില്ലാതലത്തിൽ ഓരോ വിഭാഗത്തിലും ഏറ്റവും ഉയർന്ന മാർക്ക് നേടുന്ന 50 കുട്ടികൾക്ക് 1000 രൂപയുടെ സ്കോളർഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഈ 2 വിഭാഗങ്ങളിൽ നിന്നായി ഒരു ജില്ലയിൽ 100 കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. പൊതുവിജ്ഞാനം, ആനുകാലികം, ബാലസാഹിത്യം, തളിര് മാസിക, സ്കൂൾ സിലബസുമായി ബന്ധപ്പെട്ട സാഹിത്യം, ചരിത്രം തുടങ്ങിയവയെ ആസ്പദമാക്കിയാണ് പരീക്ഷ. ഫോം പൂരിപ്പിക്കേണ്ടത് ഇംഗ്ലീഷിൽ ആയിരിക്കണം. സ്കൂൾ ഉൾപ്പെടുന്ന ജില്ലയിലായിരിക്കും ജില്ലാതല പരീക്ഷ എഴുതാൻ കഴിയുക. സ്കൂളിന്റെ ജില്ല കൃത്യമായി ചേർക്കാൻ ശ്രദ്ധിക്കുക. തളിര് മാസിക അയക്കേണ്ട വിലാസമാണ് വീട്ടുവിലാസമായി കൊടുക്കേണ്ടത്. അവിടെ വീട്ടുവിലാസത്തിലെ ജില്ലയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഫീസ് അടച്ച രജിസ്ട്രേഷൻ പൂർത്തിയാവുമ്പോൾ രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കും. ഇത് എഴുതി സൂക്ഷിക്കേണ്ടതുണ്ട്. തൊട്ടു താഴെയുള്ള ലിങ്കിൽ നിന്നും നിങ്ങൾക്ക് റെസീറ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. പേയ്മെന്റ് ഓപ്ഷനിൽ കാർഡ്, UPI എന്നിവയിൽ ഒന്ന് തിരഞ്ഞെടുക്കുന്നതാണ് അഭികാമ്യം. ഇതിൽ സർവീസ് ചാർജ് ഉണ്ടാവുകയില്ല. UPI തിരഞ്ഞെടുത്താലാണ് ഗൂഗിൾ പേ, Paytm പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പേയ്മെന്റ് നടത്താൻ സാധിക്കുക. കാർഡ് തിരഞ്ഞെടുക്കുന്നവർക്ക് വിവിധ ബാങ്കുകളുടെ ഡെബിറ്റ് ATM കാർഡുകൾ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാൻ സാധിക്കും. നെറ്റ് ബാങ്കിംഗ് തിരഞ്ഞെടുത്താൽ മാത്രമേ സർവീസ് ചാർജ് അടയ്ക്കേണ്ടി വരികയുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് കാണുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകുന്നതാണ്. താങ്ക് യു.